ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണം. നമ്മളോട് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യാനുള്ള ഒരു ഉപദേശം വൈകുന്നേരത്തെ സെക്ഷനാണ്. എപ്പോഴും കിട്ടാറുണ്ടോ എനിക്ക്, അതുകൊണ്ട് എനിക്ക് വലിയ വിലയൊന്നുമില്ല. പിന്നെ ഉപദേശിച്ച് എനിക്കും മതിയായി, ഉപദേശം കേട്ടു എനിക്കും മതിയായി. അങ്ങനെ ഇന്നിപ്പോൾ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് രാത്രി കഴിക്കാൻ ചോറ് വേണ്ടാന്നാണോ എൻ്റെ പ്രശ്നം. അപ്പൊ ചെക്കനിപ്പോ ചോറൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഞാനിവിടെ ഒരു ചെടി വിടുന്ന വെച്ച് കഴിഞ്ഞാൽ മലങ്ങി ഇത് ചെയ്യാൻ ഏത് നേരവും അതിൻ്റെ ഉള്ളിൽ ഇത് എടുത്തോ കൂട്ടോ, അതിൻ്റെ ഉള്ളിൽ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രശ്നമാണ് ഫുള്ള് മൊത്തത്തില്. അങ്ങനെ ഓനിക്ക് ചോറ് വേണ്ട, അതല്ല നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ ചോറ് വേണ്ട, വേറെ എന്തെങ്കിലും വേണം. അപ്പം ചോറിന് കറി പറ്റില്ല ഓനിക്ക്, അതാണ് മെയിൻ പ്രശ്നം. മീൻ കഴിക്കൂല, പിന്നെ വെറും കോഴിമുട്ട മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും കോഴിമുട്ടയൊന്നും കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ പപ്പടം. അപ്പൊ ഇതൊക്കെയാണ് ഓന്റെ. പച്ചക്കറി ഒന്നും തൊട്ട് നോക്കിയേ ഇല്ല കേട്ടോ. അപ്പൊ ഓന് പറഞ്ഞാൽ ദോശ മതിയെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ദോശ ഉണ്ടാക്കാൻ കരുതി. രാവിലത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയതിന്റെ കുറച്ച് മാവ് ബാക്കിയുണ്ട് ഫ്രിഡ്ജിൽ. ഞാൻ മാവ് അരക്കുമ്പോൾ കുറച്ച് തോനെ അരക്കൂട്ടോ. അപ്പൊ അതിനൊരു ചമ്മന്തി സെറ്റാക്കാന്ന് കരുതി പെട്ടെന്ന്. അപ്പൊ ഒരു ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 3 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പൊ അതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉഴുന്ന് പരിപ്പ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് അളവേ ഉണ്ടാക്കണുള്ളൂ. നിങ്ങൾക്ക് തോനെ വേണമെങ്കിൽ കുറച്ച് അധികം ഉള്ളിയൊക്കെ ഇടാം, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇടാം. അപ്പൊ അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു, അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഒരുപാട് അങ്ങോട്ട് വാടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചൂടാറി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് കുറച്ച് മല്ലിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയാൽ മതി. അപ്പൊ ഇതൊരു മല്ലിയില ചട്നിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ നേരത്തെ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ധൃതി കൂടുതലാണ് ചെയ്യാൻ. അപ്പൊ ഞാൻ ചൂടോടെ തന്നെ അരച്ചെടുത്തിട്ടോ. അപ്പൊ ആ അരച്ചയിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയ മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. മല്ലിയിൽ ഇട്ടതിനാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ച നിറത്തില് ചെറിയ ചെറിയ പൊട്ടിങ്ങനെ കാണുമ്പോൾ ഒരു കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിക്കണം. നമ്മുടെ ചട്ടിയിൽ സെയിം ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. കുറച്ച് കടുകും കുറച്ച് ഉഴുന്ന് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കാം. എല്ലാം പൊട്ടിയൊന്ന് റെഡി ആയി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ചട്നിയുടെ കൂട്ട് റെഡി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ ഞാൻ മെയിൻ ആയിട്ടൊരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഉള്ളി വെട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഉപ്പ എവിടെയെന്ന് നിങ്ങൾ കമന്റ് ഇടരുത്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത് നമ്മുടെ ചട്നി ഓക്കെ. എനിക്ക് ചമ്മന്തി എന്നാ വരുന്നത്. ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ദോശക്കല്ലില് ദോശയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ വരത്തിയെടുക്കാം കേട്ടോ. ഫസ്റ്റ് ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കൊള്ളാവും, പിന്നെ റെഡിയാവും, അപ്പോഴേക്കും ഉണ്ടാക്കൽ കഴിയും. അങ്ങനെയാണ് എന്റെ ജീവിതം. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് നെയ്യ് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് മറ്റേ സൈഡ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പൊ ദോശയൊക്കെ കാണാനും രസമാണ്, കഴിക്കാനും രസമാണ്. അപ്പൊ അതേ നമ്മുടെ ഒരു സൈഡായി, രണ്ടാമത്തെ സൈഡുമായി. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് തട്ടാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ദോശ സെറ്റ്. ഇനി നമുക്കൊരു 2-3 ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇനിയിപ്പോ എല്ലാവരും ദോശ തന്നെ കഴിക്കുള്ളൂ. അപ്പൊ വേറെ തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദോശ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ചട്നി പിന്നെ നമ്മുടെ ദോശയൊക്കെ സെറ്റാണ് കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കാം. നല്ല ചൂടുണ്ട് ചട്നി. ഇപ്പൊ ഉണ്ടാക്കിയതല്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് പറയുക കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതൊക്കെ കഴിക്കേണ്ട ഒരു തിരക്കാണ്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഇങ്ങനെ എല്ലാതൊന്നും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ്. സൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ വിശ്വസിക്കുക വേണേ. നമ്മുടെ ഇപ്പൊ ഇവിടെ ചാർജ് ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഫോണ് ചാർജറൊക്കെ കുത്തിവെച്ചിട്ട് അർഷാക്കുവിന്റെ മത്സരം ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്താണ് മത്സരം. അപ്പൊ അതിന്റെ ഒരു തിരക്കിലാണ്. സയാനിസും വലുതാവും തോറും വികൃതികൾ കൂടി വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞതല്ല കേട്ടോ. എങ്ങനെയാണ് ഇവരെ ഞാൻ വലുതാക്കുക എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഇസുവിന്റെ ഫുഡ് കൊടുക്കുകയാണ്. ഇസുവിന് പിന്നെ നല്ല പണിയാട്ടോ കൊടുക്കാൻ. അവിടുത്തെ കഥ ഇവിടുത്തെ കഥ ആ നോണൊക്കെ പറയണം. അങ്ങനെ ഇസുവിന്റെ ദോശയൊന്നും വല്ലാതെ കഴിക്കുമല്ലോ. എനിക്ക് ചോറൊക്കെ തന്നെ ഇഷ്ടമാവും. പിന്നെ എല്ലാതും കഴിക്കൂട്ടോ. സയാനയാണ് നമുക്ക് ടാസ്ക്. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റുന്നല്ല. അങ്ങനെ നമ്മുടെ നൈറ്റിൽ ഒരു ചെറിയൊരു ഫുഡ് പ്രിപ്പറേഷൻ ആട്ടോ, ചെറിയൊരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്താ പറയാ, നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.